ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്നിച്ചായൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം. രജിത്ത് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആകാൻ പോകാം. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ റെഡി ആയിട്ട് വന്നിട്ട് കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് 3 നേരം റെഡിയായി ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഗേറ്റ് ഒന്ന് കൂട്ടിക്കട്ടെ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കള്ളങ്ങടാ. അപ്പം ബാക്കി നമുക്ക് കാർ കയറിയിട്ട് കാണാം. അങ്ങനെ ഗൈസ്, പൊന്നുതാണ്ട് ഗേറ്റൊക്കെ പൂട്ടി പൊന്നുതാണ്ട് വരുന്നു. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരുപാട് വൈകി. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, രാവിലെ തൊട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇവിടെ ലൈൻ വർക്ക് നടക്കുന്നു ഗൈസ്, കണ്ടോ. നമുക്ക് സാധാരണ ഇങ്ങനെ KSEBിന്ന് മെസ്സേജ് വരാറുള്ളതാ, പക്ഷെ ഇന്ന് ശ്രദ്ധിച്ചില്ല. ഇന്ന് എല്ലാം കല്യാണത്തിന് കൊണ്ട് തിരക്കാണ്ടെല്ലാം എടുത്തു പിടിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി. ചൂട് ജോലി വിളിച്ചായിരുന്നു, നമുക്ക് തലവേദനയെന്നും പറഞ്ഞ് വിളിച്ചു. നീ അവിടെ ചെല്ലണം, ഒന്നും അറിയത്തില്ല, ഇനി വയ്യെന്നും പറഞ്ഞ് വിളിച്ചതാ. നീ ചെല്ലുമ്പോൾ അറിയാം നീ എങ്ങനെ എന്താണെന്ന്. ഇനി പോകുന്ന വഴിക്ക് വേണം കല്യാണത്തിന് എടുക്കാനുള്ള ഗിഫ്റ്റ് മേടിക്കാനായിട്ട്. പിന്നെ എന്തായാലും ഇപ്പം കെട്ടി കഴിഞ്ഞാണ്. എന്തായാലും ഈ പെണ്ണും ചെറുക്കനൂടി ഓഡിറ്റോറിയത്തിൽ വന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും ഇനി അടുത്തത്. വൈകി ഇനിയിപ്പോൾ എന്ത് പറയുമെന്ന് അറിയത്തില്ല. അവൻ ഇന്നലെയും കൂടി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ വരണം, നേരത്തെ വരണമെന്നൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത്രയും വൈകി എന്തായാലും അവൻ്റെ വായിരിക്കുന്നത് എന്തായാലും കേൾക്കേണ്ടി വരും, എന്തായാലും ഉറപ്പാണ്. ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഈ ലീവ് എടുത്ത് നിന്നത് പോലും, എന്നിട്ട് പോലും സമയത്തിന് പോകാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ ഒന്നും പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഗിഫ്റ്റ് മേടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. ജുവലിൻ്റെ സ്കൂള് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ജുവലിന് വലിയ തലവേദനയാണെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അകത്ത് പോയി ജുവലിന് കൂട്ടിക്കൊണ്ടുവരാം. പോയി നോക്കാം. ഇതാണ് ഗൈസ് ജുവലിൻ്റെ സ്കൂൾ. അതാണ് ഗൈസ് ജുവലിൻ്റെ ക്ലാസ് റൂം. പക്ഷെ നമുക്ക് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആദ്യം നമുക്ക് പ്രിൻസിപ്പാളിനെ കണ്ട് പെർമിഷൻ മേടിച്ച് കാര്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ജുവല് ഇതാണ് ജുവലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബസ് റൂട്ടിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. പ്രാക്കുളം അഷ്ടമുടി മുക്ക്, നമുക്ക് അഷ്ടമുടി മുക്കിലോട്ടാണ് വേണ്ടത്. 1750 രൂപ. 7:45 അവർ വണ്ടി അവിടെ വരുന്നത്. അങ്ങനെ ജുവലിനെ നമ്മൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഇറങ്ങി അടുത്തുള്ള ഫ്രൂട്ട് ഷോപ്പിൽ ഫ്രൂട്ട്സിൻ്റെ റേറ്റ് തിരക്കുന്നു. ഈ ഫ്രൂട്ട്സ് കട സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ഫ്രൂട്ട്സ് കട. അവർക്ക് പേരൊക്കെ തിന്നണമെന്നൊരു കൊതി ഇല്ലേ ജുവല്? അപ്പം എന്താ പറ്റിയതാ? തലവേദനയായിട്ട് രാവിലെ പറഞ്ഞില്ലേ പോണ്ടെന്ന്. ഇപ്പൊ എന്താ വാങ്ങാനാ നിൽക്കുന്നത്? ശരി. അങ്ങനെയാണോ? ചെറിയ ആപ്പിള് ചെറിയ ആപ്പിൾ മേടിക്കട്ടെ. ആ ചെറിയ ആപ്പിൾ സാധാരണ നമ്മൾ ജിയോ മാർട്ടിൽ നിന്നല്ലേ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നത്. തലവേദനയ്ക്ക് പേരൊക്കെ നല്ല അല്ലല്ലോ അല്ലേ? അല്ലേ?
ഗൈസ് നമുക്കിതാ ഒരു കാണുന്നുണ്ടോ നിങ്ങൾ അയ്യപ്പൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം നമുക്ക് കളഞ്ഞിട്ടി. ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് എന്തോ കാലിൽ ചെരുപ്പിൽ തട്ടി കഴിക്കാൻ നോക്കിയതാണ്. അപ്പോൾ എനിക്കിതാ ഇതാ കിട്ടിയത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും എന്തോ ഇരിക്കട്ടെ കയ്യിൽ. അയ്യോ എന്തോരം ഭക്ഷണം ചേച്ചി വളർന്ന് അങ്ങനെ ഫുഡും കഴിച്ച് ലാസ്റ്റ് ഐസ്ക്രീമും കഴിക്കാൻ വേണം. ജുവലിന് പിന്നെ വേണ്ടല്ലോ ഐസ്ക്രീം അല്ലേ ജുവലിന് ഇഷ്ടമല്ല ഐസ്ക്രീം. ഇത് കണ്ടല്ലോ ഗൈസ്, കഴിക്കറിയാത്ത കുറച്ച് ടീമുകളാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. വളരെ രസമുണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തായാലും ചെറുക്കനും പെണ്ണും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വന്ന് അവനെ കണ്ട് അവൻ്റെ വായിരിക്കുന്ന അത്രയും കേട്ട് കൊള്ളാം, സന്തോഷമായി. എന്നാലും പിന്നെ നമ്മുടെ അടുത്തും കുറേ തെറ്റ് ഉണ്ട്. നമ്മൾ ഇത്രയും വൈകി, അത് ഈ പറയുന്ന ആൾക്ക് മൂക്കോട്ട് സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് പെണ്ണും ചെറുക്കനും കഴിച്ച് തീരാറായി. ഇനിയിപ്പോൾ ഉടനെ അവർ ഇറങ്ങും. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. നീതു, ജുവൽ, ഏതൻ എല്ലാവരും ഭയങ്കര ഭക്തി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ എല്ലാവരും തൊട്ടുമുത്തി ഞാനും ഇറങ്ങി. ഇനി നമ്മൾ നേരെ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി നമ്മുടെ പരിപാടി. നമുക്കിനി അടുത്ത കൊല്ലത്ത് എന്തായാലും നമ്മൾ വന്ന് ഇനിയിപ്പോൾ കൊല്ലം കണ്ട് കൊല്ലമൊക്കെ ഒന്ന് കറങ്ങിയിട്ടേ നമ്മൾ ഇനി വീട്ടിലോട്ട് പോകുന്നുള്ളൂ. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ, ഇതാണ് പെണ്ണും ചെറുക്കനും വന്ന വണ്ടി, കണ്ടല്ലേ. അപ്പോൾ നമ്മൾ വിട പറയുകയാണ്, ഇവിടുന്ന് നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നില്ല. അതിന് മുമ്പ് കൊല്ലത്ത് 2-3 അടുത്ത് പോകാനുണ്ട്. നമുക്ക് എന്തായാലും കാണാം. അങ്ങനെ ഞങ്ങൾ നേരെ എങ്ങോട്ടാ ചായ പോകുന്നത്? അവിടെ തലശ്ശേരി നേരെ ഞങ്ങൾ ബീച്ച് വഴി നേരെ RP മാളിലോട്ട് പോകുന്നു, ഒരു സിനിമ കാണാൻ വേണ്ടി. സിനിമയൊക്കെ കണ്ടിട്ടാവാം ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഏത് സിനിമയാ? സർവവും മായ. അടിപൊളി പടമെന്ന് പറയുന്നു. റേറ്റിംഗ് നല്ല രീതിയിലുണ്ട്. എന്താണെന്ന് അറിയില്ല, നോക്കണം. ഇപ്പോൾ പോലീസുകാരൊക്കെ അത് ചെക്കിങ്ങിന് തോന്നിക്കുന്നു. അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. കണ്ടോ, ബീച്ചിലോട്ട് വരുന്നവരെ ശ്രദ്ധിക്കും. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ നേരെ RP മാളിൽ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ RP മാളിൽ ഒരു സിനിമ കാണാൻ പോവുകയാണ്. അത് കണ്ടിട്ട് പറയാം അല്ലേ. ഞങ്ങളിപ്പം RP മാളിലുള്ള ഈസ്ബയിലാണ്. ഇവിടെ ഓഫറായി കിടക്കുന്നുണ്ട്. ചെറിയൊരു പർച്ചേസ് നോക്കാനായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ടീഷർട്ട് എടുത്തു, ജുവലിനൊരു ടീഷർട്ട് എടുത്തു. ഇവിടെ അത്യാവശ്യം ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബൈ 1 get 1. ഞങ്ങളുടെ അവിടെ ബില്ലടിക്കാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഗൈസ് ഞങ്ങൾ സിനിമ കണ്ടു. അടിപൊളി പടം, സർവവുമായ സൂപ്പർ പടം. നീമ്പോളിയും അജു വർഗീസിന്റെയും കൊമ്പ് കൊണ്ടുവന്ന് എല്ലാം കൊണ്ട് പഴയ വിൻപോളിയുടെ ആ ഒരു ആക്ടിങ് അതെ തിരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഞാൻ നോക്കിയപ്പോ ജുവലൊക്കെ ഇരുന്ന് കരയും. എന്നിട്ട് വരുന്ന മാമി എന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നു. അത് ശരിയായിരുന്നു. ഈ പറയുന്ന കണക്ക് സ്കൂളിൽ നിന്ന് തലവേദന എന്ന് പറഞ്ഞ് വന്ന് ഞങ്ങളായിരുന്നു സിനിമ കാണാൻ പോയത്. ഞാൻ വിചാരിച്ചു അവിടെ കിടന്ന് ഉറങ്ങുമെന്ന്. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ ടാബ്ലറ്റ് ഒക്കെ വെച്ചാൽ ഇതിന് മുമ്പ് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയത്. അതുകൊണ്ട് ജോലി പിടിച്ചിരിക്കാൻ പറ്റി, ഇല്ലായിരുന്നെങ്കിൽ പോയേനെ. പിന്നെ നല്ല ഫാമിലി മൂവിയായിരുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു മൂവിയായിരുന്നു. അതെ, ചിരിക്കാൻ ആ നീമ്പോളി ആ ഒരു കോമഡിയും ആക്ഷനും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട്. പക്ഷെ പുതിയ കഥാപാത്രം ആ കൊച്ചു അടിപൊളിയായിരുന്നു. അഭിനയം അത് പറയാനില്ല. അതിനകത്ത് ആ കൊച്ചിന്റെ അഭിനയം അടിപൊളിയായിരുന്നു.
പിന്നെ ആ ഒരു വണ്ടി ആക്സിഡന്റ് ആവുന്ന ആ ഒരു സീൻ അത് പെട്ടെന്ന് വന്നപ്പോ ഞങ്ങൾ എല്ലാരും ഒന്ന് പേടിച്ചു പോയി. ഏതൻ അവിടെ കളിച്ചോണ്ടിരുന്ന താഴെ കളിച്ചോണ്ടിരുന്ന ഏതൻ വരെ ഓടി എന്റെ അടുത്ത് വന്നു. നല്ല മുഖം. എല്ലാരും പോയി എന്റെ അഭിപ്രായത്തിൽ എല്ലാരും പോയി കാണണം. ശരി, ഞങ്ങളുടെ അടുത്ത പണിയിൽ ഞങ്ങള് തിരക്കിലാണ് അല്ലേ. അടുത്ത കൊണ്ട് 5 പൗണ്ടുകളായിട്ട് നമുക്ക് കൊടി അടിച്ചു കൊടുക്കുന്നതായിരിക്കും. വിശ്വാസികൾ സഹകരിക്കണമെന്ന് വിനീപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങൾ ഇതുവരെ വീടെത്തിയില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിട്ട് നമ്മുടെ കൊല്ലം കോട്ടമുക്കിലുള്ള ഫ്രൈഡ് ചിക്കൻ ബർഗർ ഷാർമയൊക്കെ കിട്ടുന്ന ഈ ഒരു കടയിലാണ്. അങ്ങനെ ഇച്ചായം പോയി ഓർഡറൊക്കെ പറഞ്ഞ് തീർന്നു കേട്ടോ, സാധാരണ തീർന്നു. ഓർഡർ പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അതെ, ആ ചിരി നോക്ക്, ആ ഒരു ചിരി നോക്കുന്നുണ്ട്. ഇപ്പം വണ്ടിക്കകത്ത് ഞാനും പിന്നെ ഏതനും പിന്നെ ജുവൽ അത് അവിടെ നിന്ന് മുടി ചീപ്പുമായിരുന്നു. വീട് വരുന്നത് കണ്ടപ്പോൾ ചീപ്പൊക്കെ മാറ്റിയില്ലേ. നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? തൊട്ട് ബാക്കിലുള്ള കടയിൽ എന്താ കഴിക്കാൻ? ബീഫ് ചില്ലിയും പൊറോട്ട. അതെ, ഇപ്പൊ വന്നാലും അവിടെ നിന്ന് കയറണമെന്ന്. ഈ ബർഗർ സ്പോട്ട് നമ്മുടെ ഒരു സ്ഥിരം കടയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല ടേസ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം നമ്മൾ പോയി കഴിച്ചിട്ട് വരാം. എന്താ പറഞ്ഞു? 2 പ്ലേറ്റ് പറഞ്ഞു. അതിനെ നോക്കിയിട്ട് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത എവിടെ ഇരിക്കും? പക്ഷെ ഈ ഒരു ഷർട്ട് ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ ഗ്ലാമർ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവിടാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുറത്ത് നല്ല ആംബിയൻസോട് കൂടി. എങ്ങനെയുണ്ട് പൊന്നു ഇവിടുത്തെ ആംബിയൻസ്? കൊള്ളാം. നമ്മളിവിടെ ബർഗർ കടയിലൊക്കെ വരുമ്പോൾ എപ്പോഴും വിചാരിക്കും ഈ കടയിൽ കയറണമെന്ന് വിചാരിക്കും. എപ്പോഴും വിചാരിക്കും ഈ കടയിൽ കയറണമെന്ന്. ഇപ്പോഴും നമുക്ക് ആ ഒരു അവസരം കിട്ടിയത്. ഓക്കെ, നല്ല കാര്യം. പിന്നെ ഇവിടെ ഇരിക്കാൻ സീറ്റൊക്കെ കുറവാണ്. അതെ അതെ, അതിൻ്റെതായ പരിമിതി. പക്ഷെ ഒത്തിരി ഓർഡർ ഉണ്ട് ഇവിടെ. സ്വിഗ്ഗി സൊമാറ്റോ പുറത്തേക്ക് ഇരുന്ന് നല്ലൊരു ആളൊക്കെ ഉണ്ട് ഇവിടെ. ആംബിയൻസ് ഓക്കെ. കാണിക്കാം. ഓക്കെ, ആല് മരം എല്ലാ ആംബിയൻസും കൊണ്ട് കൊള്ളാം. കൊല്ലം കോട്ടമുക്കിലാണ് ഈ ഫോർട്ട് ഗ്രിൽ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ഓക്കെ, അപ്പം കൊല്ലത്തൊക്കെ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് കടയിലൊക്കെ കയറി നോക്കി. ഇത് പ്രൊമോഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം കോംബോ ഓഫറാണ് പറഞ്ഞിരിക്കുന്നത്. ചില്ലി ചിക്കനും 3 പൊറോട്ടയും 100 രൂപയാണ്. പിന്നെ ഷവായ് ഫുള്ളിന് 460, ഹാഫിന് 250, ക്വാർട്ടറിന് 130. ഇപ്പം അറിയാം, പക്ഷേ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. കഴിച്ചു നോക്കിയിട്ട് പറയാം. പക്ഷേ നമ്മൾ ഇവിടുന്ന് ബർഗർ മേടിച്ചത് അടിപൊളിയാണ്. അതൊരു രക്ഷയില്ല. അത് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അത് രക്ഷയില്ല, ആ ഒരു കട അല്ലേ, അതൊരു രക്ഷയില്ല. പക്ഷേ ഇത് നമ്മൾ എപ്പോഴും അവിടെ വരുമ്പോൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാനായിട്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആംബിയൻസ് പറഞ്ഞില്ലേ ഓൾറെഡി, നമ്മൾ പറയണക്ക് അവിടെ അകത്ത് വലിയ സ്പേസായിട്ട് ഇട്ടിട്ടില്ല. പണി നടക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഈ പറയുന്നത് വെളിയിൽ ഒറ്റയൊക്കെ ഇട്ടാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഇരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ നല്ല നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ അവരെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഇനി പറയാം. ഇതാണ് 100 രൂപയുടെ ബീഫ് ചില്ലിയും 3 പൊറോട്ടയും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. ഓക്കെ, പറയൂലേ അഭിപ്രായം? പൊറോട്ട ഇങ്ങോട്ടൊന്ന് കീറി എന്നിട്ട് ഈ കറിയിലോട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ എടുത്ത് ഇട്ട് വെച്ച് ഈ ചിക്കൻ കൂടി ഇതിനകത്ത് വെച്ചിട്ട് ഒരു പിരിക്കും. നമ്മൾ കഴിക്കുന്നവർക്ക് ഭയങ്കര വാങ്ങുന്നൊന്നുമല്ല. 100 രൂപയ്ക്ക് 10 അതെ കുഴപ്പമില്ല. ഒരു സോസ് ഇച്ചിരി കൂടി നമുക്ക് ഒരു ഇത് അതേ ഉള്ളൂ. പക്ഷേ 100 രൂപയ്ക്ക് കൊടുത്ത് ഓവറായിട്ടൊന്നും വലിയ എക്സ്പെൻമെൻറ്റ് ചെയ്തിട്ടൊന്നും ആരും വരുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് കൊടുത്ത വേറെ സാധനം ആ ഒരു ഉള്ളൂ. പറ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അല്ല, നിന്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയുണ്ട് ഈ ബർഗർ? 50 രൂപ. ആ,
നല്ല ലാഭമാണ്. ബർഗർ ഒന്ന് കാണിച്ചു കൊടുത്തേ, അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് പിടിച്ചൊന്ന് കാണിച്ചു കൊടുത്ത പോലെ. അത് അത്യാവശ്യം നല്ല ഫില്ലിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല, എന്നാലും മാക്സിമം അവർ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകണം. അപ്പം ഇതുവരെയുള്ള നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ ആയിരുന്നു. അതെ, ഞങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് കൊല്ലം വിട്ടൊരു കളിയില്ല അല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഇനി എന്തെന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊല്ലം വിട്ടുള്ളൊരു കളിയില്ല. എന്താണെങ്കിലും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങും, നേരെ കൊല്ലത്തോട്ട് വരും. ഒന്ന് ഇവിടെ നിന്ന് കറങ്ങി ചുറ്റി കറങ്ങിയതിന് ശേഷം ബീച്ചിലൊക്കെ പോയി ഒന്ന് ഇരുന്ന് എല്ലാം റിലാക്സ് ആയതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അല്ലാത്തൊരു ഇതാണത്. നമുക്കൊരു പോസിറ്റീവാണ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത്. പിന്നെ അത് നമുക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ പുണ്യാളിൻ്റെ അടുത്തും കയറി, പുണ്യാളിനെ ഒന്ന് കയറി കടവൂർ പുണ്യാളിനെ അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല, അതും കയറി കണ്ട് പുണ്യാളിനായിട്ട് നല്ല സംസാരിച്ച് എല്ലാം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ വിഷമം എല്ലാം പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. ഓക്കെ, എല്ലാവരും ഡേറ്റ് പറയാൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നാൽ ബൈ, ഗുഡ് നൈറ്റ്. അതെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് എല്ലാവർക്കും ബൈ.